ഇത് സഭ അങ്ങോട്ട് ഒരു മുറിയിലിരുന്ന് തീരുമാനിച്ച് പെട്ടെന്നൊരു അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ചതല്ല, മറിച്ച് ശാസ്ത്രം പഠിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതൊരു റിയാലിറ്റിയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സത്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. എന്നിട്ട് പറഞ്ഞു ഇതൊരു അത്ഭുതമാണെന്ന് സ്ഥിരീകരിച്ച, ശരീരവും രക്തവുമായി മാറിയ ചില ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭ പഠിച്ചത്, ശാസ്ത്രം പഠിച്ചത്, എന്നിട്ട് അത്ഭുതമാണ് പറഞ്ഞത് ഇവിടെ ഉണ്ട്. എന്നെ ഏറെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം, ഞാനൊരു MCBSലെ അച്ഛനാണ്. MCBSന്റെ ദൗത്യം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ ആ ഒരു സത്യം ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എന്റേതാവേണം, എന്നിൽ സ്നേഹമായി എന്നുയിരിൻ നാളമായി, ഇരുളിൽ വീഴാതെ ഇന്നെന്നെ കാക്കേണം. ചരിത്രത്തിൽ ആദ്യമായി തലശ്ശേരി അതിരൂപത സംഘടിപ്പിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഏറെ മാറ്റിക്കൂട്ടുന്ന ഒരു ദിവ്യകാരുണ്യ എക്സിബിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ക്ലിൻ്റ് MCBS അച്ഛൻ്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ ഭക്തി വളർത്തുവാനും യുവജനങ്ങളിലും അതുപോലെ തന്നെ വിശ്വാസികളിലേക്കും എന്താണ് ദിവ്യകാരുണ്യവും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു എക്സിബിഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അച്ഛനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അച്ഛാ, ഈ ഒരു എക്സിബിഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ദൈവിക അനുഭവം, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്, ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട്. കാരണം ഇവിടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷൻ അത് കേവലം അത്ഭുതങ്ങളുടെ ഒരു എക്സിബിഷൻ അല്ല, മറിച്ചൊരു റിയാലിറ്റിയുടെ വിവിധ തലങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ വിവിധ മാനങ്ങൾ വെളിപ്പെടുത്തുന്ന സത്യമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യം അതൊരു സത്യമാണ്. അത് ശരിക്കും ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇതൊരു അടയാളമല്ല, മറിച്ച് ഇതൊരു ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ളൊരു തന്ത്രമല്ല, പിന്നെ ഇത് ഒരു അപ്പക്കഷ്ണമല്ല, മറിച്ച് ഈശോ തന്നെയാണ് എന്ന് അടിവരയിടുന്ന ഓരോ യൂക്രിസ്റ്റിക് മിറക്കിളുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് സഭ അങ്ങോട്ട് ഒരു മുറിയിലിരുന്ന് തീരുമാനിച്ച് പെട്ടെന്നൊരു അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ചതല്ല, മറിച്ച് ശാസ്ത്രം പഠിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതൊരു റിയാലിറ്റിയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സത്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇത് സത്യമാണ്, ഇതിനപ്പുറത്ത് വേറൊരു യാഥാർത്ഥ്യമില്ല, ഈശോ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തിയ ചില സത്യങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, എല്ലാവരും പരിശുദ്ധ കുർബാന ഒരു അപ്പക്കഷ്ണമല്ല, മറിച്ച് ഒരു അടയാളമല്ല, ഒരു എന്താ പറയുക, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഒരു മുറിയിലിരുന്ന് മെനഞ്ഞൊരു തന്ത്രമല്ല, മറിച്ച് ഈശോ തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് എല്ലാവരും കടന്നു വരണം എന്നൊരൊറ്റ കാര്യമേ ഇതിൻ്റെ പിന്നിൽ ഉള്ളൂ എന്നതാണ് സത്യം. പിന്നെ എന്നെ ചലഞ്ച് ചെയ്യുന്നൊരു വിശുദ്ധൻ, യുവജനങ്ങളൊക്കെ ചലഞ്ച് ചെയ്യേണ്ട ഒരു വിശുദ്ധൻ, അത് വാഴ്ത്തപ്പെട്ട കാർലോസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നിങ്ങൾ സിനിമ കാണാൻ പോയിട്ടുണ്ടാവും, നാടകം കാണാൻ പോയിട്ടുണ്ടാവും, ഇതൊക്കെ ഈ ലോകത്തിലെ ചില സംവിധായകരാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വാഴ്ത്തപ്പെട്ട കാർലോ എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാരൻ പയ്യൻ. അവന് 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഒരു ഇരുട്ട് മുറിയിലിരുന്ന് ഈ 15 വയസ്സുകാരൻ കണ്ടെത്തിയ, പഠിച്ച, ശാസ്ത്രം അംഗീകരിച്ച ചില സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അവൻ്റെ പേരിലാണ് ഇന്നും ഒരു വെബ്സൈറ്റ്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വെബ്സൈറ്റ് ഉള്ളത്. അപ്പോൾ എന്നെ ഏറെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം, ഞാനൊരു MCBSലെ അച്ഛനാണ്. MCBSന്റെ ദൗത്യം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ ആ ഒരു സത്യം ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്, ആ കാര്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ 15 വയസ്സുകാരനിലൂടെ നടന്നൊരു അത്ഭുതം, അവനാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളെ എല്ലാവരെയും, തലശ്ശേരി അതിരൂപതയിലെ എല്ലാവരെയും, ഇവിടെ വരുന്ന എല്ലാവരെയും ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മൾ അറിയണം. നമ്മൾ വിശ്വസിക്കുന്നത് ഈശോയിൽ തന്നെയാണ്, ഇതൊരു അപ്പക്കഷ്ണമല്ല, ഈശോ തന്നെയാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തി കടന്നു പോകാനായിട്ട് ഇതേറെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന പ്രദർശനങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടും അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 5 തരത്തിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ശരീരവും രക്തവുമായിട്ട് ദൃശ്യമായി മാറിയ
അത്ഭുതങ്ങളാണ്. നമുക്കറിയാം ശരീരവും രക്തവും ജീവനുള്ളൊരു വ്യക്തിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഈ അപ്പക്കഷണത്തിൽ നിന്ന് ശാസ്ത്രത്തിനതീതമായി ഈ ശരീരവും രക്തവും പുറത്തേക്ക് വന്ന ചില കാര്യങ്ങളുണ്ട്, ചില അത്ഭുതങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലാൻസിയാനോ, ബ്യൂണസ് ഐറസ് അങ്ങനെയുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന പോലും പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇതൊരു അത്ഭുതമാണെന്ന് സ്ഥിരീകരിച്ച ശരീരവും രക്തവുമായി മാറിയ ചില ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭ പഠിച്ചത്, ശാസ്ത്രം പഠിച്ചത്, എന്നിട്ട് അത്ഭുതമാണെന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട്. അതുപോലെ ബാക്കി 5 ടൈപ്സ് ഓഫ് യൂക്രിസ്റ്റിക് മിറക്കിൾ ഇവിടെ ഉണ്ട്. അതേക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട ക്ലിൻറ്റ് MCBSH ഒരുക്കിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു ശേഖരണം നമുക്ക് കാണാം. നമുക്ക് പ്രേക്ഷകരിലേക്ക് ആ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇവിടെ ഇത് ഒരുക്കിയിരിക്കുന്നത്, നിങ്ങൾ ഈ ക്യാമറയുടെ ഫ്രണ്ട് ഞാൻ നിൽക്കുമ്പോൾ വിചാരിക്കും അച്ഛനാണ്. അല്ല, ഇതൊരു കൂട്ടം യുവജനങ്ങളാണ്. അവരൊന്നിച്ച് താമസിച്ച് കഷ്ടപ്പെട്ട് കമ്പ്യൂട്ടറിന് പിന്നിൽ നിന്ന് വർക്ക് ചെയ്ത് കാർലോയെ പോലെ കുറേ യുവജനങ്ങൾ ചെയ്തൊരു ശുശ്രൂഷയാണ് നമ്മളീ കാണുന്നത്. അതുപോലെ നമ്മുടെ ചേട്ടന്മാർ, വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരെന്ന് പറയുന്ന മിനിസ്ട്രിയിലെ ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ കൂട്ടായ്മ MCBS സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന, സഭയുടെ ഒരു ഭാഗമായി നിൽക്കുന്ന ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ് എന്ന് പറയുന്ന മിനിസ്ട്രിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പം ആദ്യമായി നമ്മൾ കാണുന്നത് ബൈബിളിലും അതുപോലെ CCCയിലും അതുപോലെ ബൈബിളിലും അതുപോലെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തൽ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഹോളിൽ കാണുന്നൊരു മഹാ അത്ഭുതം 42ഓളം ശരീരവും രക്തവുമായി മാറിയ ദിവ്യകാരുണ്യ ഓസ്തി, തിരുവോസ്തി ശരീരവും രക്തവും മാറിയ അത്ഭുതങ്ങളാണ്. ഇതെല്ലാം മെഡിക്കലി ഇതിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേക്കുറിച്ച് പഠിച്ച ലിനോളി, ബ്യൂണസ് ഐറസിലെ യൂക്രിസ്റ്റിക് മിറക്കിളിനെ കുറിച്ച് പഠിച്ച ഡോക്ടർ, അവരുടെയൊക്കെ സാക്ഷ്യങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സഹായിക്കും. എന്താണെന്നറിയോ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നൊരു ദൈവം വസിക്കുന്നു. ജീവിക്കുന്നൊരു ദൈവം തന്നെയാണ് പരിശുദ്ധ കുർബാന. മജ്ജയും മാംസവുമുള്ള അവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധ കുർബാന വസിക്കുന്നു എന്ന കാര്യം കൃത്യമായി ഈ യൂക്രിസ്റ്റിക് മിറക്കിളിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരണം, ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയണം എന്നൊരു കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ മുറിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ഉയർന്ന് പ്രകാശിക്കുന്ന തിരുവോസ്തികളെ കുറിച്ചുണ്ട്. അതായത് വായുവിൽ ഇങ്ങനെ തന്നെ ഉയർന്ന് പൊങ്ങിയ, വിശ്വാസികൾ കാണുക ഉയർന്നു പൊങ്ങിയ തിരുവോസ്തികൾ. രണ്ടാമത്തെ സെക്ഷൻ, അതായത് ദൈവ സാന്നിധ്യം പ്രകടമാക്കിയ തിരുവോസ്തിയിൽ കർത്താവിൻ്റെ മുഖമൊക്കെ പതിഞ്ഞ് അങ്ങനെ ഉള്ള ദൈവ സാന്നിധ്യം, പരിശുദ്ധ കുർബാന ഈശോയുടെ സാന്നിധ്യം തന്നെയാണെന്ന് വെളിപ്പെടുത്തിയ ചില സംഭവങ്ങൾ, ചരിത്രത്തിലെ ശാസ്ത്രത്തിനതീതമായി വെളിപ്പെടുത്തിയ ചില സംഭവങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പം ഈ പരിശുദ്ധ കുർബാനയിൽ ശക്തി വെളിപ്പെടുത്തിയ ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ തൊമാക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടൊരു അച്ഛൻ തിരമാലകളെ ആശീർവദിച്ചപ്പം, സുനാമി തിരകളെ ആശീർവദിച്ചപ്പം ആ സുനാമി തിരകൾ സ്ട്രക്കായി നിന്ന് അത് വലിഞ്ഞ് കടലിലേക്ക് പോയൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വായിക്കാനും കാണാനും ആ പരിശുദ്ധ കുർബാനയിലുള്ള ആ സാന്നിധ്യത്തെ വെളിപ്പെടുത്താനും പറ്റും. പിന്നെ സാധാരണഗതിയിൽ ഈ തിരുവോസ്തികളൊക്കെ ഒരു 3-4 ദിവസം അല്ല 5-6 ദിവസം കഴിയുമ്പോൾ അത് നശിച്ചു പോകും. പക്ഷേ അതായത് എന്തൊക്കെ കാലത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെ വന്നിട്ടും 1300-1400 വർഷമായിട്ട് കേടുകൂടാതിരിക്കുന്ന തിരുവോസ്തികളെ കുറിച്ചുള്ള അത്ഭുതങ്ങളുടെ വിവരണം ഇവിടെയുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് വരാൻ നമുക്ക് ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എക്സിബിഷനോടെ കടന്നു പോകുമ്പം നമ്മളെ സഹായിക്കും.